ഹലോ ഫ്രണ്ട്സ് വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് നോക്കുന്നത് തിയറി ഓഫ് മെഷീനകത്തെ വെലോസിറ്റി അനാലിസിസ് ആണ്. സോ അപ്പോൾ വെലോസിറ്റി അനാലിസിസിനകത്ത് എങ്ങനെയാണ് നമുക്ക് അനാലിറ്റിക്കൽ മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാഫിക്കൽ മെത്തേഡ് ഉണ്ട്. സോ ഇപ്പോൾ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡാണ് എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. സോ അപ്പോൾ അതിനകത്ത് ഗ്രാഫിക്കൽ മെത്തേഡിൽ തന്നെ റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റന്റേനിയസ് മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ ഐസെൻഡർ മെത്തേഡ് ഉണ്ട്. സോ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അതിനകത്ത് ബേസിക്കായിട്ട് വരുന്ന ഫോർ ലിങ്കേജ്, സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം, ഇനി അതിന് സ്ലൈഡർ ക്രാങ്കിൽ തന്നെ സിംഗിൾ സ്ലൈഡർ ക്രാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ ഡബിൾ സ്ലൈഡർ ക്രാങ്ക് ഉണ്ട്. ഇതിനൊക്കെ വീഡിയോസ് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മീൻസ് അങ്ങനെ കാണുന്നു. അതേപോലെ തന്നെ ആക്സിലറേഷൻ അനാലിസിസിൻ്റെ ഒരു പ്രോബ്ലം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കുന്നത് ഇതിനകത്ത് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ മെത്തേഡാണ്. സോ ഇപ്പോൾ ഈ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ മെത്തേഡിനായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്നത് ഒരു ലിങ്കിലെ ഡിഫറൻറ്റ് പോയിൻറ്റ്സിൻ്റെ വെലോസിറ്റി, അതുപോലെ തന്നെ ലിങ്കിൻ്റെ ആംഗുലാർ വെലോസിറ്റി, പിന്നെ അതിനകത്ത് വരുന്ന വേറൊരു ടോപ്പിക്ക് പറയുമ്പോൾ റബ്ബിംഗ് വെലോസിറ്റി, പിന്നെ ഓഫ്സെറ്റ് പോയിന്റിൻ്റെ വെലോസിറ്റി, അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് പോയിന്റിൻ്റെ വെലോസിറ്റി. അപ്പോൾ അതിൽ തന്നെ റിലേറ്റീവ് വെലോസിറ്റി, അതുപോലെ തന്നെ ആബ്സല്യൂട്ട് വെലോസിറ്റി, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ കാണുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യുന്ന കോൺഫിഗറേഷൻ ഡയഗ്രം വരക്കുക. അപ്പോൾ അതിന് എന്താണ് ലിങ്കിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, വെലോസിറ്റി ഇമേജ് വരക്കുക, അല്ലെങ്കിൽ വെക്ടർ ഡയഗ്രം വരക്കുക. അതിൽ നിന്ന് എന്ത് ചെയ്യുക, വെലോസിറ്റി ഫൈൻഡ് ചെയ്യുക. രണ്ട് മൂന്ന് ഇക്വേഷൻസ് ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് ആംഗുലർ വെലോസിറ്റി അതുപോലെ തന്നെ ലീനിയർ വെലോസിറ്റി കാണുക. അത്രയും വേണ്ടുള്ളൂ അവിടെ. അപ്പോൾ സ്ലൈഡർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പാരലലായിട്ടാണ് വെലോസിറ്റി വെക്ടറിൻ്റെ ഡയറക്ഷൻ വരുന്നത്. ഇത്രയും കാര്യങ്ങൾ അവിടെ ഉള്ളൂ. സോ അപ്പോൾ അതിനകത്ത് വരുന്ന വേറൊരു ഗ്രാഫിക്കൽ മെത്തേഡാണെന്ത് ഐസെൻഡർ മെത്തേഡ്, അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. അതിൻ്റെ സിമ്പിൾ ഡെഫിനേഷൻ നോക്കാം. ദ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ അല്ലെങ്കിൽ ഐസെൻഡർ ഈസ് എ പോയിന്റ് അബൌട്ട് വിച്ച് എ ബോഡി അപ്പിയേഴ്സ് ടു റൊട്ടേറ്റ് അറ്റ് എ ഗിവൺ ഇൻസ്റ്റന്റ് ഡ്യൂറിംഗ് എ പ്ലെയിൻ മോഷൻ. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു ബോഡി എന്താണ് ഒരു പ്ലെയിൻ മോഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ഒരു ബോഡിക്ക് അങ്ങനെയൊക്കെ മോഷൻ ഉണ്ടാവാം, ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ റെക്റ്റിലീനിയർ മോഷൻ ഉണ്ടാവാം, അതല്ലാന്നുണ്ടെങ്കിൽ റൊട്ടേഷണൽ മോഷൻ ഉണ്ടാവും. ഇനി ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുണ്ടാവും, കമ്പൈൻഡ് മോഷൻ ഉണ്ടാവും. സോ ഇപ്പോൾ നമ്മൾ ഒരു ബോഡിയെ കൺസിഡർ ചെയ്യുക, ഒരു പ്ലെയിനകത്ത് അതിനെ അങ്ങനെ മൂവ് ചെയ്യാം, റൊട്ടേഷണൽ മോഷൻ ആവാം, അല്ലെങ്കിൽ എന്താണ് ലീനിയർ മോഷൻ ആവാം, അല്ലെങ്കിൽ ഇത് കമ്പൈൻഡ് മോഷൻ ആവും. സോ അപ്പോൾ അങ്ങനെ ഒരു ബോഡി എന്ത് ചെയ്യുന്ന ഒരു പ്ലെയിനിൽ മൂവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ റൊട്ടേഷണൽ മോഷനെ കുറിച്ചാണ് പറയുന്നത്. സോ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ഏതൊരു പോയിന്റിനെ അബൌട്ട് ആയിട്ടാണോ ആ ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നുന്നത്, ആ ഒരു പോയിന്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നത് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇതാണ് സിമ്പിൾ ഡെഫിനേഷൻ പറയുന്നത്. സിമ്പിളാണ്. ഇപ്പോൾ ഒരു ബോഡി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു പ്ലെയിൻ കൺസിഡർ ചെയ്യുക, ആ ഒരു ബോഡി എന്താണ് ഒരു പ്ലെയിനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് എന്താണ് ആ ഒരു ബോഡി ഏതെങ്കിലും ഒരു പോയിന്റിനെ അബൌട്ട് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് റൊട്ടേറ്റ് ചെയ്യുക. കാരണം എന്താണ് റൊട്ടേഷൻ മോഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സർക്കുലർ മോഷൻ ആയിരിക്കും. സർക്കിൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു പോയിന്റിനെ അബൌട്ട് ആയിട്ട്, സർക്കിളിൻ്റെ ഡെഫിനേഷൻ തന്നെ എന്താണ് ഒരു പോയിന്റിന് അബൌട്ട് ആയിട്ടുള്ള നമ്പർ ഓഫ് പോയിന്റ്സിൻ്റെ എന്താണ് നമ്പർ ഓഫ് പോയിന്റ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നത് സർക്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സർക്കുലർ മോഷൻ അല്ലെങ്കിൽ റൊട്ടേഷൻ മോഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു സെൻറ്റർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സെൻറ്ററിനെ നമ്മൾ വിളിക്കുന്നത് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ. അപ്പോൾ നമ്മൾ ഒരു ആർക്ക് വരച്ചു, ഇപ്പോൾ ഒരു എന്ന് വെച്ചാൽ സർക്കിളിൻ്റെ ഒരു പീസ്, ഒരു സർക്കിളിൻ്റെ എന്താണ് നമുക്ക്, അല്ലെങ്കിൽ മീൻസ് എന്താണ് ഒരു സർക്കിളിൻ്റെ ഒരു പാർട്ടാണ് എന്തൊരു ആർക്ക് എന്ന് പറയുന്നത്. സോ ഒരു ആർക്കിൻ്റെ എന്താണ് നമ്മൾ ഒരു ആർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഇൻസ്റ്റന്റേനിയസ് അല്ല അതിൻ്റെ സെൻറ്റർ കാണാറ്, നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്ത് രണ്ട് കോഡ്സ് വരക്കും. ആ രണ്ട് കോഡിന് പെർപെൻഡിക്കുലർസ് അല്ലെങ്കിൽ ബൈസെക്ടർ വരച്ചിട്ട് ആ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ആ ഒരു എന്താണ് ആർക്കിൻ്റെ അകത്ത് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെൻറ്റർ ആയിട്ട് എടുക്കുന്നത്. സെയിം പ്രൊസീജിയറാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ സെൻറ്റർ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ ബോഡി കൺസിഡർ ചെയ്യാം. ജസ്റ്റ് നമുക്കൊന്ന് വരച്ച് കാണിച്ചു തരാം. ഇപ്പോൾ നോക്കുമ്പോൾ എന്താണ് ഇവിടെ ഒരു ക്യൂ എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ട്, അതേപോലെ തന്നെ പി എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ട്. സോ ഇപ്പോൾ ഇതിന് നമ്മൾ എന്താ ഇപ്പോൾ മോഷൻ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അബ്സല്യൂട്ട് മോഷനുണ്ട്, അതുപോലെ തന്നെ റിലേറ്റീവ് മോഷനും ഉണ്ട്. സോ ഇപ്പോൾ ഈ ഒരു ബോഡി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പി എന്ന് പറയുന്ന ഒരു ബോഡിയുടെ മോഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്താണ് പി എന്ന് പറയുന്ന ഒരു ബോഡി. സോ എന്താണ് ഇതൊരു പ്ലെയിനിലാണെന്ന് വിചാരിക്കുക, അസ്യൂം ചെയ്യല്ല, മീൻസ് നമ്മൾ എടുക്കുന്നതാണ് എന്ത് ചെയ്യുന്നത് ഇതൊരു പ്ലെയിനിലാണ്. സോ എന്താണ് ഈ ഒരു പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിനെ നോൺ ലീനിയർ മോഷനാണ് അബൌട്ട് ക്യൂ എന്ന് പറയുന്ന ഒരു പ്ലെയിൻ അബൌട്ട് ആയിട്ട്. സോ ഇപ്പോൾ ഇതിനകത്ത് രണ്ട് പോയിന്റ്സ് ഉണ്ട്, എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. സോ ഈ ഒരു എ എന്ന് പറയുന്ന പോയിന്റിന്റെ വെലോസിറ്റി വി എ ആണ്. ദെൻ ബി എന്ന് പറയുന്ന ഒരു പോയിന്റിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ് വി ബി ആണ്. ഓക്കെ, സോ ഇപ്പോൾ എന്താണ് ഇനി എന്താണ് ഇപ്പോൾ വി എ എന്ന് പറയുന്നതിൻ്റെ വെലോസിറ്റി, അല്ലെങ്കിൽ ലീനിയർ വെലോസിറ്റി എന്ന് പറയുമ്പോൾ മീൻസ് റിലേറ്റീവ് വെലോസിറ്റി കാണുമ്പോൾ നമ്മൾ പറഞ്ഞിട്ട് എന്താണ് ഒരു ലിങ്കിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ആംഗുലാർ ഡയറക്ഷനിലെ ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആയിരിക്കും ലീനിയർ വെലോസിറ്റിക്ക് ഉണ്ടായിരിക്കുന്നത്. സോ ഇപ്പോൾ ഈ ഒരു എന്ന് പറയുന്ന പോയിന്റ് അതിൻ്റെ വെലോസിറ്റി ലീനിയർ വെലോസിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് വി എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. സോ ഇപ്പോൾ ഈ ഒരു ഇതിനെ പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മളൊരു ലൈൻ വരക്കുക. സോ ഇപ്പോൾ എന്താണ് ഈ ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നത് ഈ ലൈനിലെ ഏതെങ്കിലും ഒരു പോയിന്റിനെ അബൌട്ട് ആയിട്ടായിരിക്കും. അതേപോലെ തന്നെ ഈ എന്ത് ചെയ്യുക, ഈ ഒരു ബോഡിക്ക് മീൻസ് എന്താണ് ബി എന്ന് പറയുന്ന ഒരു പോയിന്റിൻ്റെ ലീനിയർ വെലോസിറ്റി ബി ആണ്. സോ എന്ത് ചെയ്യുക, അതിനും പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരക്കുക. ഇപ്പോൾ ഈ ഒരു ബി എന്ന് പറയുന്ന ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന പോയിന്റ് റൊട്ടേറ്റ് ചെയ്യുന്നതും എങ്ങനെയായിരിക്കും ഈ ഒരു ലൈനിലെ, അതായത് ഇപ്പോൾ വി ബി എന്ന് പറയുന്ന ലീനിയർ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളൊരു ലൈൻ വരച്ചിട്ടുണ്ട്. സോ ആ ഒരു ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും. അതേപോലെ തന്നെ എന്താണ് ആ ഒരു പോയിന്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് അറ്റ് ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് എന്താണ് ഈ ഒരു ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റിനെ അബൌട്ട് ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ രണ്ട് ലൈൻസിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചത് മീറ്റ് ചെയ്യുക. ആ ഒരു പോയിന്റാണ് എന്തെന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത്.
സോ അപ്പോൾ ഈ ഒരു പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ രണ്ട് ലൈനും കൂടി ജോയിൻ ചെയ്യുന്ന പോയിന്റ് ആണെന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് വെലോസിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്നുമില്ല, ഇപ്പോൾ ഒരു ബോഡി വെലോസിറ്റി എങ്ങനെ ആയിരിക്കും എപ്പോഴും ഇപ്പോൾ പെർട്ടിക്കുലർ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഡിഫറൻറ്റ് പോയിന്റ്സിന് ഡിഫറൻറ്റ് ഡയറക്ഷനിലായിരിക്കും വെലോസിറ്റി വരുന്നത്. സോ എന്താണ് നമ്മൾ റൊട്ടേഷണൽ മോഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഒരൊറ്റ പോയിന്റിനെ അബൌട്ട് ആയിരിക്കും റൊട്ടേഷൻ വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറൻറ്റ് വെലോസിറ്റി വെക്ടേഴ്സിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ലൈൻസ് എടുക്കുക. ആ ലൈൻസ് ഏതെങ്കിലും രണ്ട് ലൈൻ ജോയിൻ ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ഹൈ സെൻറ്ററിലായിരിക്കും. ഇതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ എങ്ങനെ ഇപ്പോൾ ഒരു ആർക്ക് ഉണ്ട്, ആ ഒരു ആർക്കിനെ നമ്മൾ സെൻറ്റർ എങ്ങനെ കണ്ടുപിടിക്കുക, നമ്മൾ ഇവിടെ ഒരു കോഡ് വരച്ച് ഇവിടെ ഒരു കോഡ് വരച്ച് എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് ഇതിനൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച്. ഈ പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു മീൻസ് ഇതെന്താണ് ഈ ആർക്ക് എന്ന് പറയുമ്പോൾ ഒരു സർക്കിളിൻ്റെ ഒരു പാർട്ടാണ്. സോ എന്താണ് ഈ ഒരു പോയിന്റിന് അബൌട്ട് ആയിരിക്കും എന്ത് ഈ ഒരു സർക്കിൾ വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത്. സോ അപ്പോൾ ഈ ഒരു സെയിം കൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. സോ വാലിഡ് ഫോർ ആൻ ഇൻസ്റ്റൻറ്റ്. അപ്പോൾ എന്താണ് അതൊരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിന് മാത്രമാണ് എന്ത് ചെയ്യുന്നത് അത് വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ ഒരു അതായത് ഇതെന്താണ് ഒരു പ്ലെയിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് എന്താണ് ഇപ്പോൾ ഒരു സർക്കുലർ പോലെ എന്താ കംപ്ലീറ്റ് സർക്കുലറിലായിരിക്കില്ല അതിൻ്റെ മോഷൻ വരുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്താണ് പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ വെലോസിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ അടുത്തൊരു ഇൻസ്റ്റൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ലിങ്ക് ഇപ്പോൾ നമ്മൾ അതായത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് അസ്യൂം ചെയ്യുന്ന രണ്ട് പോയിന്റ് എടുത്തിട്ട് എന്താണ് അതിന് ലിനിയർ വെലോസിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നത് ജസ്റ്റ് രണ്ട് ഡയറക്ഷൻ മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ആ രണ്ടിനും എന്താണ് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും എന്ത് വരുന്നത്, പെർപെൻഡിക്കുലർ ലൈനിലായിരിക്കും സെൻറ്റർ ഓഫ് റൊട്ടേഷൻ വരുന്നത്. സോ എന്താണ് അങ്ങനെ ഒരേ സെയിം ബോഡിയിൽ രണ്ട് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ ഉണ്ടായിരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താണ് ആ ഒരു ബോഡി ആ ഒരു പോയിൻറ്റിൻ്റെ അബൌട്ട് ആയിരിക്കും എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു രണ്ട് ലീനിയർ വെലോസിറ്റി എടുത്ത പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ എന്ത് ചെയ്യുന്നത് ആ ഒരു ബോഡിയുടെ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐ സെൻറ്റർ എന്ന് പറയുന്നത്. സോ അതാണ് വെലോസിറ്റി ഓഫ് ഐ സെൻറ്റർ ഈസ് 0. അതായത് ആ ഒരു പോയിന്റിലെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും 0 ആയിരിക്കും. നമുക്ക് മറ്റേ ലിനിയർ വെലോസിറ്റിയിൽ എന്തായിരുന്നു ഫിക്സഡ് പോയിന്റിലെ വെലോസിറ്റി ആണെന്ന് പറയുന്നത് 0 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ടു ഫിക്സഡ് പോയിന്റ്സ് എന്താണ് അവരുടെ ഇൻ ബിറ്റ്വീൻ വെലോസിറ്റി എന്താണ് 0 ആണ്. കാരണം എ എന്ന് പറയുന്നത് ഫിക്സഡ് പോയിന്റിനെ അബൌട്ട് ആയിട്ട് എന്താണ് റിലേറ്റീവ് ആയിട്ട് ഡി എന്ന് പറയുന്ന ഒരു പോയിന്റിന് ഫിക്സഡ് അല്ലെങ്കിൽ മറ്റൊരു പോയിന്റിന് എന്തായിരിക്കും വെലോസിറ്റി ഉണ്ടായിരിക്കില്ല. ഓക്കെ, ദെൻ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി ഡ്യൂറിങ് മോഷൻ. നേരത്തെ പറഞ്ഞത് തന്നെ എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിന് മാത്രമേ വാലിഡ് ആയിട്ടുള്ളൂ, അടുത്ത ഇൻസ്റ്റൻറ്റിൽ മാറുന്നത്. അതുപോലെ തന്നെ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി ഡ്യൂറിങ് മോഷൻ. അപ്പോൾ എന്താണ് ഈ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്താണ് ഇതിൻ്റെ മോഷനിൽ അതായത് കണ്ടിന്യൂസ് മോഷനിൽ എന്തായിരിക്കും ഇത് കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ യൂസ്ഡ് ആസ് കൈനമാറ്റിക് അനാലിസിസ് ടൂൾ. നമുക്ക് എന്ത് ചെയ്യാം കൈനമാറ്റിക് അനാലിസിസ് ടൂൾ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി എന്താണ് കൺസ്ട്രക്ഷൻ ഓഫ് ഐ സെൻറ്റർ. സോ ഇപ്പോൾ ഇവിടെ കൺസ്ട്രക്ഷൻ ഓഫ് ഐ സെൻറ്റർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് എങ്ങനെയാണ് ഈ ഐ സെൻറ്റർ കൺസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ കണ്ടുപിടിക്കാനാണ്. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എങ്ങനെയാണ് സെലക്ട് 2 പോയിന്റ്സ് ഓൺ എ ബോഡി, ഡ്രോ വെലോസിറ്റി ഡയറക്ഷൻസ് അറ്റ് ദീസ് പോയിന്റ്സ്, ഡ്രോ പെർപെൻഡിക്കുലർ ടു ദ വെലോസിറ്റി ഡയറക്ഷൻസ്, ദി ഇന്റർസെക്ഷൻ ഓഫ് ദ പെർപെൻഡിക്കുലർസ് ഗിവ്സ് ദി ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ. അപ്പോൾ എന്താണ് ഒരു ബോഡിയിൽ 2 പോയിന്റ്സ് സെലക്ട് ചെയ്താൽ എന്ത് ചെയ്യുക, 2 പോയിന്റ്സിലും വെലോസിറ്റിയുടെ ഡയറക്ഷൻസ് മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക ഈ 2 വെലോസിറ്റി ഡയറക്ഷൻസിനും പെർപെൻഡിക്കുലർസ് വരയ്ക്കുക. ദെൻ ആ ഒരു പെർപെൻഡിക്കുലർസിൻ്റെ ഇന്റർസെക്ഷൻ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആയിരിക്കും എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത്. സോ ഇത് ഇപ്പോൾ നിങ്ങൾ ഞാൻ എന്ത് ചെയ്യുക ഒരു പ്ലെയിൻ ബോഡിയിലാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ഇതുപോലെ തന്നെ ലിങ്കിൻ്റെതും നമുക്ക് എന്ത് ചെയ്യാനുണ്ട് എന്താണ് കൈനമാറ്റിക് അനാലിസിസ് ചെയ്ത് ഈ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം അതുപോലെ തന്നെ ഫോർബാർജൈൻ്റെ ഒക്കെ എന്ത് ചെയ്യാനുണ്ട് നമുക്ക് ഇൻസ്റ്റന്റേനിയസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാനുണ്ടാവും വെലോസിറ്റി അനലൈസ് ചെയ്യാനുണ്ടാവും. ഇതിനകത്ത് പ്രധാനപ്പെട്ട കെനഡീസ് തിയറം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു തിയറം വരുന്നുണ്ട്. സോ നമുക്ക് ഇനി വെലോസിറ്റീസ് എങ്ങനെയൊക്കെ വരുന്നതെന്ന് നോക്കാം. സോ ഇപ്പോൾ ഒരു ബോഡി കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് വി എന്ന് പറഞ്ഞിട്ട് അത് മീൻസ് എന്താണ് വി എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റിൻ്റെ വെലോസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ഒരു പോയിന്റിന് വി ബി എന്ന് പറയുന്ന ഒരു ലീനിയർ വെലോസിറ്റി ഉണ്ട്. ദെൻ ഇവരുടെ ഐ സെൻറ്റർ ഇതെന്ന് പറയുന്നത് എന്താണ് പി എന്ന് പറയുന്ന ഒരു ബോഡിയാണ്. ദെൻ ക്യൂ എന്ന് പറയുന്നത് വേറൊരു ബോഡി. ഈ ഒരു ബോഡിക്ക് അബൌട്ട് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് പി എന്ന് പറയുന്ന ബോഡി എന്ത് ചെയ്യുന്നത് മൂവ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഐ സെൻറ്റർ എവിടെ ആയിരിക്കും ഇവരുടെ പെർപെൻഡിക്കുലർസിൻ്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആയിരിക്കും. സോ ഇപ്പോൾ ഈ ഒരു പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എങ്ങനെയാണ് പി എന്ന് പറയുന്ന ബോഡിയുടെ ഔട്ട് സൈഡാണ്. സോ അപ്പോൾ എന്തായിരിക്കും ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ഔട്ട് സൈഡിലായിരിക്കും. അതുപോലെ തന്നെ ഇനി എന്താണ് ഇപ്പോൾ ഒരു പി എന്ന് പറയുന്ന ഒരു ബോഡിനകത്ത് നമ്മൾ എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു അതിൻ്റെ ലീനിയർ വെലോസിറ്റി വി എന്ന് മാർക്ക് ചെയ്തു. ദെൻ ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു അതിൻ്റെ ലീനിയർ വെലോസിറ്റി വി ബി എന്ന് മാർക്ക് ചെയ്തു. ഈ 2 വെലോസിറ്റി എങ്ങനെയാണ് പാരലലാണ്. സോ ഇപ്പോൾ അങ്ങനെയാണ് അതായത് വി എയും വി ബിയും പാരലൽ ആണെന്നുണ്ടെങ്കിൽ എന്താ പെർപെൻഡിക്കുലർ ആയിട്ട് ആൻഡ് ബി എന്തായിരിക്കും ഇപ്പോൾ ഇവരുടെ പെർപെൻഡിക്കുലർ എങ്ങനെയായിരിക്കും മീറ്റ് ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലായിരിക്കും. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് എന്താണ് സ്ലൈഡർ വരുന്നുണ്ട്. സോ ഇപ്പോൾ സ്ലൈഡറിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും സ്ലൈഡറിൻ്റെ ഐ സെൻറ്റർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലായിരിക്കും. സോ അടുത്തൊരു കേസിൽ നമ്മുടെ ഈ കനഡീസ് തിയറം എന്താണ് കനഡീസ് തിയറം പോലത്തെ ഒരു കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ബോഡി എന്ത് ചെയ്യുക ആർ എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ട്, എന്താണ് ക്യൂ എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ട്, പി എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ട്. ഇപ്പോൾ പി എന്ന് പറയുന്ന ബോഡി മൂവ് ചെയ്യുന്നുണ്ട് അബൌട്ട് ക്യൂ. ദെൻ ക്യൂ ഈസ് റൊട്ടേറ്റിംഗ് അല്ലെങ്കിൽ എന്താണ് ക്യൂ ഹാസ് എൻ ഓൺ ലീനിയർ മോഷൻ അബൌട്ട് ദി ബോഡി ആർ. സോ ഇപ്പോൾ ഇവരുടെ 2 പേരുടെ ഐ സെൻറ്റർ എവിടെ ആയിരിക്കും ഒരേ പോയിന്റിലായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി നൊട്ടേഷൻ വരുന്നത് ആൽഫബറ്റിക് ഓർഡറിൽ. അതായത് ആൽഫബറ്റിക് ഓർഡറിൽ നമുക്ക് ആൽഫബറ്റ്സ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ന്യൂമറിക്കൽ ഡിജിറ്റ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ 1 2 3 അല്ലെങ്കിൽ ABC എന്നൊക്കെ എടുക്കാം. പക്ഷേ എങ്ങനെ എടുക്കണം അസെൻഡിങ് ഓർഡറിലായിരിക്കണം എന്ത് ചെയ്യുന്നത് ഈ ഒരു ഐ സെൻറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നമ്പർ ഓഫ് ഐ സെൻറ്റേഴ്സ് എത്ര ഐ സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യണം നമുക്കിപ്പോൾ ഒരു മെക്കാനിസം തന്നു. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത് ഫോർബാർ ലിങ്കേജ് തന്നു. ഇവിടെ നമ്പർ ഓഫ് ലിങ്ക് എന്ന് പറയുന്നത് എത്രയാണ് ഈക്വൽ ടു സോ ഇപ്പോൾ ക്യാപിറ്റൽ N ആണ് എന്ത് നമ്പർ ഓഫ് ഐ സെൻറ്റേഴ്സ്. ക്യാപിറ്റൽ N ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഐ സെൻറ്റേഴ്സ്. ദെൻ സ്മോൾ n ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ്
നമ്പർ ഓഫ് ലിങ്ക്സ്. സോ ഇപ്പോൾ ഇതിനകത്ത് നമ്പർ ഓഫ് ലിങ്ക്സ് സ്മോൾ n ഈക്വൽ ടു 4 ആണ്. ദെൻ അപ്പോൾ അത് കണ്ടുപിടിക്കാൻ അപ്പോൾ എത്ര ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഉണ്ടായിരിക്കുന്നത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അതിനൊരു ഇക്വേഷൻ ഉണ്ട്, n × n - 1 / 2. സിമ്പിളാണ്. അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്സിനകത്ത് ഇങ്ങനെ ഒരു പ്രോബ്ലം വരാറുണ്ട്. ഇപ്പോൾ ഒരു ഹാളിൽ എത്ര 300 പേര് അങ്ങനെ എത്ര ആൾക്കാരുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര സെക്കൻഡ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ n - 1 ആണ് ചെയ്യുന്നത്. സോ ഇപ്പോൾ എന്താണ് ഒരാൾക്ക് ബാക്കി 299 പേർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ് 300 പേർക്കും അതുപോലെ ചെയ്യാൻ പറ്റും. സോ അപ്പോൾ ടോട്ടൽ ഷെയ്ക്ക് ഹാൻഡ്സ് വരുന്നത് എത്രയാണ്? n × n - 1/2 ആണ്. സോ ഇപ്പോൾ ആ സെയിം കേസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇപ്പോൾ ഫോർബാർ ലിങ്കേജ് കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? നമ്പർ ഓഫ് ക്യാപിറ്റൽ n ഈക്വൽ ടു അല്ലെങ്കിൽ നമ്പർ ഓഫ് ഐസൻറ്റേഴ്സ് ഈസ് ഈക്വൽ ടു സ്മോൾ n × n - 1 / 2 ആണ് വരുന്നത്. സോ ഇപ്പോൾ നൊട്ടേഷൻ ഓഫ് ഐസെൻറ്റർ നമ്മൾ പറഞ്ഞത് ഐസെൻറ്റർ ബിറ്റ്വീൻ ലിങ്ക്സ് പി ആൻഡ് ക്യൂ ഈസ് ഡിനോട്ടഡ് ബൈ PQ or QP. It is usually written in ascending order. സോ നമ്മൾ എങ്ങനെയാണ് ascending order ആണ്. അപ്പോൾ ലിങ്ക് നമ്മൾ എങ്ങനെയാണ് കൈനമാറ്റിക് ലിങ്ക്സിന് 1 2 3 എന്നാണ് എന്ത് ചെയ്യാറ് മാർക്ക് ചെയ്യാറ്. സോ നമുക്കിപ്പോൾ എങ്ങനെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റേഴ്സിനെ 1 2 എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതായത് രണ്ട് ലിങ്ക്സിൻ്റെ എന്താണ് കോമൺ ഐസെൻറ്റർ ആയിരിക്കും. സോ ഒരു പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് എന്താണ് ഈ രണ്ട് ലിങ്ക്സിൻ്റെയും ഐസെൻറ്റർ എന്ന് പറയുന്ന ഒരു പോയിന്റ് ആയിരിക്കും. ആ ഒരു പോയിന്റിന് നമ്മൾ 1 2 എന്നാണ് മാർക്ക് ചെയ്തത്. നമ്പർ ഓഫ് ഐസെൻറ്റേഴ്സ് നമ്മൾ പറഞ്ഞു എന്താണ് for a mechanism having n links, the number of icenters is given by n is equal to small n × small n - 1 / 2. അടുത്തതാണ് Kennedy's theorem. ഈ ഒരു തിയറം എന്ന് പറയുന്നത് if three bodies have a relative motion among themselves, then there are three instantaneous center lies on a straight line. ഇപ്പോൾ എന്താണ് 3 ബോഡീസ് ഉണ്ട്, അവർക്ക് എന്താണ് ഇൻ ബിറ്റ്വീൻ റിലേറ്റീവ് മോഷൻ ഉണ്ട്. ദെൻ അവരുടെ 3 പേരുടെ ഐസെൻറ്റർ എന്ന് പറയുന്നത് സെയിം പോയിന്റിലായിരിക്കും ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അടുത്തത് റൂൾസ് ടു ലൊക്കേറ്റ് ദ ഐസെൻറ്റർ ബൈ ഇൻസ്പെക്ഷൻ. അപ്പോൾ അപ്പോൾ ഒരു ബോഡിയിൽ എന്തായിരിക്കും ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് എന്തുണ്ടായിരിക്കും കൈനമാറ്റിക് പെയേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ നമ്മൾ സ്ലൈഡറിൻ്റെ വെലോസിറ്റിയുടെ കേസ് ഞാൻ പറഞ്ഞു എന്താണ് അവിടെ ഇൻഫിനിറ്റിയിലായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ടേണിംഗ് പെയർ ആണെന്നുണ്ടെങ്കിൽ ഐസെൻറ്റർ അറ്റ് ദി പൈവോട്ട്. ദെൻ സ്ലൈഡിംഗ് പെയർ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഐസെൻറ്റർ അറ്റ് ഇൻഫിനിറ്റി. ദെൻ റോളിംഗ് കോൺടാക്ട് ആണെന്നുണ്ടെങ്കിൽ ഐസെൻറ്റർ അറ്റ് ദി പോയിന്റ് ഓഫ് കോൺടാക്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക ഒരു ഫിഗർ വരച്ച് കാണിച്ചാൽ. അപ്പോൾ ഇത് എന്ത് ചെയ്യുക രണ്ട് ലിങ്ക് കൺസിഡർ ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് പൈവോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് ടേണിംഗ് പെയർ ആണ്. അപ്പോൾ ഈ ഒരു ലിങ്കിന് എന്താണ് അപ്പോൾ അല്ലെങ്കിൽ ഒരു പോയിന്റിനെ അബൌട്ടായിട്ട് എന്ത് ചെയ്യുന്നത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു കേസിൽ ടേണിംഗ് പെയറിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും ഒരു പൈവോട്ട് പോയിന്റിലായിരിക്കും ഐസെൻറ്റർ വരുന്നത്. അടുത്തത് സ്ലൈഡറിൻ്റെ കേസ്. സ്ലൈഡർ എങ്ങനെയാണ് ഇത് ഫിക്സഡ് ലിങ്കിലായിരിക്കും എന്ത് ചെയ്യുന്നത് സ്ലൈഡർ എന്ത് ചെയ്യുന്നത് സ്ലൈഡ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇതിൻ്റെ ഐസെൻറ്റർ വരുന്നത് എങ്ങനെയായിരിക്കും ഇൻഫിനിറ്റിയിലായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു പാരലൽ ലൈൻസിൻ്റെ ഐസെൻറ്റർ വരുന്നത് ഇൻഫിനിറ്റിയിലായിരിക്കും. അടുത്തത് എങ്ങനെയാണ് ഇത് ഈ ഒരു പോയിന്റിലായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് റോളിംഗ് പെയർ ആണ്. ഈ ഒരു കേസിൽ എങ്ങനെയായിരിക്കും പോയിന്റ് ഓഫ് കോൺടാക്റ്റിലായിരിക്കും എന്ത് വരുന്നത് ഐസെൻറ്റർ വരുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ നമ്പർ ഓഫ് ഐസെൻറ്റേഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ നോക്കി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ജസ്റ്റ് വീണ്ടും പറയുന്നത്. ദെൻ കെനഡീസ് തിയറം. സോ ഇപ്പോൾ ഇത് കെനഡീസ് തിയറം ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ എന്ന് വെച്ചാൽ അതൊരു തിയറി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പോലെ വരുള്ളൂ കെനഡീസ് തിയറം. ദെൻ നമുക്ക് ഐസെൻറ്റർ ലൊക്കേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ നമ്പർ ഓഫ് ഐസെൻറ്റേഴ്സ്, ടൈപ്പ് ഓഫ് ഐസെൻറ്റേഴ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ഡിഫറൻറ്റ് പെയേഴ്സിൻ്റെ ഐസെൻറ്റേഴ്സ് എവിടെ വരിക എന്നുള്ളൊരു കേസ്. അപ്പോൾ അതൊക്കെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ നമുക്ക് ഒരു ഫോർബാർ ലിങ്കേജിൻ്റെ ഐസെൻറ്റേഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് നോക്കാം. ഇനി ടൈപ്പ് ഓഫ് ഐസെൻറ്റേഴ്സും കൂടി ഉണ്ട്. അതും കൂടി എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു മെക്കാനിസം ഫോർബാർ ലിങ്കേജിൻ്റെ ഐസെൻറ്റർ കാണുന്നതോടുകൂടി പറഞ്ഞു പോകാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഫസ്റ്റ് ഒരു ഫോർബാർ ലിങ്കേജ് വരയ്ക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ABCD എന്ന് പറയുന്നതാണ് എന്ത് നമ്മുടെ ഫോർബാർ ലിങ്കേജ്. അതിനകത്ത് ഫിക്സഡ് ലിങ്ക് 1 ആണ്. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക ക്രാങ്ക് ആയിട്ട് എടുക്കുക. ഇത് കപ്ലർ 3 എന്ന് പറയുന്നത് കപ്ലർ, ദെൻ 4 എന്ന് പറയുന്നത് റോക്കർ. സോ ഇപ്പോൾ ഇതൊക്കെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഗ്രേഷോഫ്സ് ലോ ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക ഇങ്ങനെ ജസ്റ്റ് ഒരു ഫിഗർ അത്രേ ഉള്ളൂ. സോ ഇപ്പോൾ ഇതിൽ എത്ര ഐസെൻറ്റേഴ്സ് ഉണ്ടാവുന്നതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. സോ എന്താണ് n ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഐസെൻറ്റേഴ്സ് ക്യാപിറ്റൽ N ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ലിങ്ക്സ് ഇൻറ്റു മീൻസ് നമ്പർ ഓഫ് ലിങ്ക്സ് ആണ് സ്മോൾ n എന്ന് പറയുന്നത്. അപ്പോൾ n × n - 1/2 ആണ് വരുന്നത്. സോ n-ൻ്റെ വാല്യൂ എത്രയാണ് 4 ആണ്. നമ്പർ ഓഫ് ലിങ്ക്സ് 4 ആണ്. 4 × 4 - 1 എന്ന് പറയുമ്പോൾ 3/2 ആണ് വരും. അപ്പോൾ എന്ത് വരും 4/2 വരുന്നുണ്ട്. അപ്പോൾ 2 എത്ര വരും 6 എന്ന് വരും. സോ അപ്പോൾ നമ്പർ ഓഫ് ഐസെൻറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ ഫോർബാർ ലിങ്കേജിൻ്റെ കേസിൽ നമ്പർ ഓഫ് ഐസെൻറ്റേഴ്സ് n ഈസ് ഈക്വൽ ടു എന്താണ് 6 ആണ്. 6 ഐസെൻറ്റേഴ്സ് വരുന്നുണ്ട്. സോ ഇപ്പോൾ ഇതിനകത്ത് ഫിക്സഡ് ഐസെൻറ്റേഴ്സ് വരുന്നുണ്ട്, പെർമനൻറ്റ് ഐസെൻറ്റേഴ്സ് വരുന്നുണ്ട്. അടുത്തത് ഫിക്സഡ് നെയ്തർ ഫിക്സഡ് നോർ പെർമനൻറ്റ്. ഫിക്സഡ് അല്ല പെർമനൻറ്റും അല്ലാത്തതാണ് വരുന്നത്. സോ ഇപ്പോൾ നമുക്കിനി ഏതൊക്കെ ഐസെൻറ്റേഴ്സ് വരും എന്നുള്ളത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒരു ബോക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്തൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുക ലിങ്കിൻ്റെ പേരുകൾ 1 2 3 4 എത്ര ലിങ്ക്സ് ഉള്ളത് 1 2 3 4 ഇതാണ് ലിങ്ക്സിൻ്റെ നെയിമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് സ്മോൾ ലെറ്റർ ABC യൂസ് ചെയ്യാം. പറഞ്ഞല്ലോ ഒന്നെങ്കിൽ ആൽഫബറ്റ്സ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഡിജിറ്റ്സ് യൂസ് ചെയ്യുക. അങ്ങനെ വേണം അസെൻഡിങ് ഓർഡറിലാവണം ഐസെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരു ഹാളിൽ 100 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 99 പേർക്ക് നമുക്ക് എന്ത് ചെയ്യാം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാം. ആ ഒരു അതുപോലെ നമ്മൾ എന്ത് ചെയ്യാൻ കൺസിഡർ ചെയ്യും. ഇപ്പോൾ ഈ 1 എന്ന് പറയുന്ന ആൾക്ക് 2 3 4 ഈ 3 പേരുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഐസെൻറ്റർ മേക്ക് ചെയ്യാം, ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ മേക്ക് ചെയ്യാം. സോ എന്ത് ചെയ്യാം 1 2 ഒരു ഐസെൻറ്റർ ആണ്. അതേപോലെ തന്നെ 1 3 ഒരു ഐസെൻറ്റർ ആണ്, 1 4 ഒരു ഐസെൻറ്റർ ആണ്.
സോ ഇപ്പോൾ അയാളുടെ റിട്ടേൺ കഴിഞ്ഞു, അതായത് വണ്ണിന് തന്നെ ഷെയ്ക്കാൻ കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്താണ് 1 1 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഐ സെൻറ്റർ ഇല്ല. അതേപോലെ തന്നെ ഈ അടുത്ത കേസ് ഇനി വരുന്നത് സെക്കൻഡ് ലിങ്ക് കൺസിഡർ ചെയ്യുക. അപ്പോൾ 2 എന്ന് പറയുന്ന ലിങ്കിന് 2 ഓൾറെഡി 1 എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ മേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇനി അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. സോ ഇനി റിമൈനിങ് ലിങ്ക്സ് നോക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, 2 3 എന്ന് പറയുന്നത് ഒരു ഐ സെൻറ്റർ ആണ്. അടുത്ത ലിങ്ക് നോക്കുക. അപ്പോൾ 2 4 എന്ന് പറയുന്നത് ഒരു ഐ സെൻറ്റർ ആണ്. സോ ഇപ്പോൾ എന്താണ് ഇനി, കാരണം നമ്മൾ 2 ന് 1 ഇനി കൊടുക്കാൻ പറ്റില്ല. 2 എന്ന് പറയുന്നത് 2 നൈറ്റ് തന്നെ എന്ത് ചെയ്യില്ല, ഐ സെൻറ്റർ മേക്ക് ചെയ്യില്ല. സോ ഇനി റിമൈനിങ് ലിങ്ക്സ് ആണ് 3 4. അപ്പോൾ 2 3 എന്ന് പറയുന്നത് ഐ സെൻറ്റർ ആയിരിക്കും. ദെൻ 2 4 എന്ന് പറയുന്നത് ഒരു ഐ സെൻറ്റർ ആയിരിക്കും. അപ്പോൾ ദെൻ നമ്മൾ എന്ത് ചെയ്യണം, ആൽഫബറ്റ്സ് യൂസ് ചെയ്താലും അല്ലെങ്കിൽ ഡിജിറ്റ്സ് യൂസ് ചെയ്താലും എങ്ങനെ ചെയ്യണം, അസെൻഡിങ് ഓർഡറിലായിരിക്കും. അത്രേ ഉള്ളൂ. 1 2 1 3 1 4 2 3 2 4. ഇനി ഇപ്പോൾ എത്ര എണ്ണം ആയിട്ടുണ്ട്, ഇവിടെ 3 എണ്ണമായി, 2 അപ്പോൾ 5 എണ്ണമായി. ഇനി എന്താണ്, ഒരു ഐ സെൻറ്റർ കൂടി ഉണ്ട്, കാരണം നമ്പർ ഓഫ് ഐ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് 6 ആണ്. എങ്ങനെയാണ്, അത് ഈ ലിങ്ക്സിൻ്റെ നമ്പർ യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. സോ ഇനി അടുത്ത കേസ്, ഇനി റിമൈനിങ് ആരാണ്, അത് 3 4 ആണ് ഉള്ളത്. അപ്പോൾ 3 കൺസിഡർ ചെയ്യും. അപ്പോൾ എന്താണ് 3ക്ക് ഇനി അബൌട്ട് ആയിട്ട് 1 നോക്കുക. അപ്പോൾ എന്താണ്, ഓൾറെഡി ഒരു ഐ സെൻറ്റർ മേക്ക് ചെയ്തു. ദെൻ 2 3 2 നോക്കുക. അവിടെ 2 3 എന്ന് പറഞ്ഞിട്ട് എന്താണ്, നമുക്ക് ഈ 2 3 എന്ന് പറയുന്നത് 3 2 എഴുതാം, പക്ഷേ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുന്നതുകൊണ്ടാണ് അതിന് 2 3 ആയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് എന്താണ് ഇനി 3 2 ആണ് അത്. അതേപോലെ തന്നെ 1 3 എന്ന് പറയുന്നത് 3 1 ആണ്. 2 1 എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ 1 2 എന്ന് പറയുന്നത് 2 1 തന്നെയാണ്. സോ ഇനി നമ്മൾ റിമൈനിങ് നോക്കുമ്പോൾ 4 3 ആണ് ബാലൻസ് ഉള്ളത്. സോ നമുക്ക് 4 3 എന്ന് പറയുന്ന ഒരു ഐ സെൻറ്റർ നമ്മൾ ഇതുവരെ മേക്ക് ചെയ്തിട്ടില്ല. സോ ഇനി വരുന്ന ഐ സെൻറ്റർ ആണ് 3 4 എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഈ ഒരു അസെൻഡിങ് ഓർഡറിൽ എഴുതാനുള്ള കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ തെറ്റാതിരിക്കാനുണ്ട്. അപ്പോൾ ഇത് 4 ലിങ്ക് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 6 എണ്ണുള്ളൂ. ജസ്റ്റ് എന്ത് ചെയ്താൽ നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റാതെ എഴുതാൻ പറ്റും. പക്ഷേ നമ്പർ ഓഫ് ലിങ്ക്സ് ഇൻക്രീസ് ചെയ്യുന്നതോറും ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് അത്രയും ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും. സോ ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐ സെൻറ്റേഴ്സ് കണ്ടുപിടിക്കുന്നത്, ഏതൊക്കെ ഐ സെൻറ്റർ ഉണ്ടെന്നുള്ളത് പേരാണ് കണ്ടുപിടിച്ചത്. ഇനി ടൈപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫിക്സഡ് ഉണ്ടാവും, പെർമനൻറ്റ് ഉണ്ടാവും, എയ്തർ പെർമനൻറ്റ് ഓർ ഫിക്സഡ് ഉണ്ടായിരിക്കും. ഇനി നമ്മൾ പറഞ്ഞു പൈവോട്ട് ജോയിൻസിൻ്റെ ഐ സെൻറ്റർ എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും, ആ ഒരു പൈവോട്ട് പോയിന്റ് ആയിരിക്കും. സോ ഇപ്പോൾ എന്താണ്, ടേണിംഗ് പെയറിലാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു പൈവോട്ട് ജോയിന്റ് വരുന്നത്. സോ എന്താണ്, ഇപ്പോൾ ഇത് 1 ഇത് 2 കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവർ പൈവോട്ട് ചെയ്തിട്ടുള്ള പോയിന്റ് ഏതാണ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. സോ അത് എന്താണ്, അതൊരു ഐ സെൻറ്റർ ആണ്. ജസ്റ്റ് അപ്പോൾ അവിടെ 1 2 എന്ന് പറയുന്ന ഐ സെൻറ്റർ ഇതാണ്, അതിനെ ഞാൻ അവിടെ മാർക്ക് ചെയ്തു. 1 2 എന്ന് പറയുന്ന ഐ സെൻറ്റർ ഞാൻ ജസ്റ്റ് വേറൊരു കളർ യൂസ് ചെയ്യാം. 1 2 എന്ന് പറയുന്ന ഐ സെൻറ്റർ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. അടുത്തത് ലിങ്ക് 2 ഇതാണ് ലിങ്ക് 2, ഇത് ലിങ്ക് 3. സോ ഇവരെ പൈവോട്ട് ജോയിന്റ് ഏതാണ്, ബി എന്ന് പറയുന്ന പോയിന്റ് ആണ്. സോ അവിടെയാണ് എന്ത് 2 3 എന്ന് പറയുന്ന ഐ സെൻറ്റർ വരുന്നത്. നമ്മളിപ്പോൾ ആ ഒരു ബോക്സ് ഇതിന് മാച്ച് കളഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ടിക്ക് ചെയ്ത് പോകാം ഏതൊക്കെ ഐ സെൻറ്റേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു എന്നുള്ളത്. അടുത്തത് സി എന്ന് പറയുന്ന ലിങ്ക് ഉണ്ട്, 4 എന്ന് പറയുന്ന 3 4 എന്ന് പറയുന്ന ലിങ്ക്സ് ഉണ്ട്. അവരുടെ പൈവോട്ട് സി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ആണ്. സോ ഇതാണ് 3 4 എന്ന് പറയുന്ന ഐ സെൻറ്റർ വരുന്നത്. ദെൻ അടുത്ത കേസ് ഇതാ, നമുക്ക് 4 1 എന്ന് പറഞ്ഞിട്ട് ഐ സെൻറ്റർ ഇല്ലല്ലോ, 1 4 ആണ് നമ്മുടെ ഐ സെൻറ്റർ. സോ ഇതാണ് 4 എന്ന് പറയുന്ന ലിങ്ക്, ഇത് 1 എന്ന് പറയുന്ന ഫിക്സഡ് ലിങ്ക്. സോ 1 ഉം 4 ആയിട്ട് മേക്ക് ചെയ്യുന്ന ഐ സെൻറ്റർ എവിടെ ആയിരിക്കും, ഈ ഒരു പൈവോട്ട് പോയിന്റ് ആയിരിക്കും. സോ എന്താണ് 1 4 എന്ന് പറയുന്ന ഐ സെൻറ്റർ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ മാർക്ക് ചെയ്തു. ഇപ്പോൾ 4 ഐ സെൻറ്റേഴ്സ് കഴിഞ്ഞു. ഇനി റിമൈനിങ് ആയിട്ടുള്ള എത്ര എണ്ണം ഉണ്ട്, ആകെ 2 ഐ സെൻറ്റേഴ്സ് കൂടി ഉള്ളൂ. അതേതാണ്, ഇപ്പോൾ 1 2 എടുത്തു, 1 4 എടുത്തു. ദെൻ നമുക്ക് എന്താണ് 1 3 എടുത്തിട്ടില്ല. അതുപോലെ തന്നെ 2 3 എടുത്തു, 3 4 എടുത്തു, 2 4 നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ഈ 2 ഐ സെൻറ്റേഴ്സ് ആണ് കണ്ടുപിടിക്കാത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്തതിൽ തന്നെ ഇപ്പോൾ ഫിക്സഡ് ഐ സെൻറ്റേഴ്സ് ഏതൊക്കെ നോക്കാം. ഇപ്പോൾ ഫിക്സഡ് ഐ സെൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എ എന്ന് പറയുന്നത് എ ഡി എന്ന് പറയുന്നത് ഫിക്സഡ് ലിങ്ക് ആണ്, അതായത് ലിങ്ക് 1 എന്ന് പറയുന്നത് ഫിക്സഡ് ലിങ്ക് ആണ്. സോ എന്തായാലും അത് ചേഞ്ച് ചെയ്യില്ല. ഇതിനകത്ത് ഇപ്പോൾ 2 എന്ന് പറയുന്ന ലിങ്ക് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. അതുപോലെ തന്നെ 4 എന്ന് പറയുന്ന ലിങ്ക് എന്ത് ചെയ്യും, ഓസിലേറ്റ് ചെയ്യും. ഞാൻ ജസ്റ്റ് ഈ ഒരു സ്ലൈഡർ 4 ബാർ ലിങ്കേജ് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നത് അങ്ങനെ പറയുന്നതാണ്, ഓരോന്നിനും ഓരോ മൂവ്മെൻ്റ് ആയിരിക്കും. സോ ഇപ്പോൾ ഇതിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്ന പോയിന്റിന് അബൌട്ട് ആയിട്ടായിരിക്കും 2 റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഈ ഒരു ഏത് പൊസിഷനിലായാലും, അതായത് 2 എന്ന് പറയുന്ന ലിങ്ക് മാത്രമാണ് ഇവിടെ മൂവ്മെൻ്റ് ഉള്ളൂ, എന്ന് പറയുന്ന പോയിന്റ് എന്താണ് ഫിക്സഡ് ആണ്. സോ ഇപ്പോൾ ഈ ഒരു 1 2 എന്ന് പറയുന്നത് എന്താണ്, 1 2 ഒരു ഫിക്സഡ് ഐ സെൻറ്റർ ആണ്. അതേപോലെ തന്നെ എന്താണ്, നമ്മളിപ്പോൾ 2 3 കൺസിഡർ ചെയ്യുക. 2 3 കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പോൾ 2 റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ 3 എന്ന് പറയുന്ന ലിങ്ക് എന്ത് ചെയ്യും, അതിനൊരു നോൺ ലീനിയർ എന്താണ്, ഒരു കമ്പൈൻഡ് മോഷൻ ആവും, ലീനിയറോ അല്ലെങ്കിൽ സർക്കുലറോ അല്ലാത്തൊരു മോഷൻ ആയിരിക്കും ഉണ്ടാവുക. സോ ഇപ്പോൾ എന്തായിരിക്കും, ഈ ഒരു പോയിന്റ് എങ്ങനെയായിരിക്കും, ഈ 2 3 എന്ന് പറയുന്ന ഐ സെൻറ്റർ ഈ ഒരു എന്ന് പറയുന്ന പോയിന്റിൻ്റെ അബൌട്ടായിട്ട് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇപ്പോൾ ഇതാണ് പെർമനൻറ്റ് ബട്ട് നോട്ട് ഫിക്സഡ് എന്ന് പറയാം, ഏത് 2 3 എന്ന് പറയുന്ന ഐ സെൻറ്റർ. അതേപോലെ തന്നെയാണ് 3 4 എന്ന് പറയുന്നതും, എന്താണ് പെർമനൻറ്റ് ബട്ട് നോട്ട് ഫിക്സഡ്. ദെൻ അടുത്തത് 1 4 എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. കാരണം ഇപ്പോൾ എന്താണ്, ഈ ഒരു 4 എന്ന് പറയുന്ന ലിങ്ക് ഡി എന്ന് പറയുന്ന പോയിന്റിൻ്റെ അബൌട്ടായിട്ട് ഓസിലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇപ്പോൾ ഈ ഐ സെൻറ്ററിന് എന്താണ്, ഒരു ചേഞ്ചും വരില്ല. 1 4 എന്ന് പറയുന്ന മീൻസ് ആ ഡി എന്ന് പറയുന്ന പോയിന്റ് എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. ദെൻ ഇത് ഈ ഒരു ലിങ്കിനനുസരിച്ച് എന്തായിരിക്കും, ത്രൂ ഔട്ട് മോഷനിലായിരിക്കും, എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇത് ഫിക്സഡ് അല്ല, എന്താണ് പെർമനൻ്റ് ആണ്, എന്താണ് ഫിക്സഡ് അല്ല. ഇനി അടുത്തത് നെയ്തർ പെർമനൻ്റ് ഓർ ഫിക്സഡ് ആണ്. ഇനി അടുത്ത 2 എണ്ണം വരുന്നത് എങ്ങനെയാണ്, 1 3 2 4 ആണ്. അതെങ്ങനെയാണ്, കെനഡീസ് തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. കെനഡീസ് തിയറം എന്ന് പറയുന്നേ ഉള്ളൂ, നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് സർക്കിൾ വരച്ചിട്ടൊക്കെയാണ്. സോ ഇപ്പോൾ 2 എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ അവർ രണ്ടുപേരും എന്താണ്, നെയ്തർ ഫിക്സഡ് നോർ പെർമനൻ്റ് ആണ് വരുന്നത്. സോ ഇപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഒരു സർക്കിൾ വരയ്ക്കുക.
ഫസ്റ്റ് ഒരു സർക്കിൾ വരയ്ക്കുക. അതിനകത്ത് എന്താണ് ഇപ്പോൾ നമ്പർ ഓഫ് ലിങ്ക്സ് എത്രയാണ് 4 എണ്ണമാണ്. അപ്പോൾ 4 പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. ഇതാ 1 2 3 4 എന്ന് മാർക്ക് ചെയ്തു. ഇനി എന്താ ചെയ്യുക, ജസ്റ്റ് ഒരു പോളിഗൺ വരയ്ക്കുക. ഇപ്പോൾ ഇത് ഫോർലിംഗ് മെക്കാനിസം ആയതുകൊണ്ട് എന്തായാലും ഒരു 4 സൈഡഡ് പോളിഗൺ ഞാൻ വരച്ചു. ഇപ്പോൾ ഇത് മെക്കാനിസത്തിനനുസരിച്ച് എന്ത് ചെയ്യാം, നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദ പോളിഗൺ എന്ത് ചെയ്തും വാരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എത്ര ലിങ്ക് ഉണ്ടോ അത്രയും സൈഡുള്ള പോളിഗൺ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനിയുള്ളത് ഫിക്സഡ് ലിങ്കിന് അബൌട്ട് ആയിട്ട് എന്ത് ചെയ്യുന്നത് 2 റൊട്ടേറ്റ് ചെയ്യുന്നത്. ദെൻ നമുക്ക് കാണേണ്ടത് ഇപ്പോൾ നമുക്ക് 1 അബൌട്ട് ആയിട്ട് 2 കണ്ടു, 2 അബൌട്ട് ആയിട്ടുള്ള 3 കണ്ടു, 3 അബൌട്ട് ആയിട്ടുള്ള 4 കണ്ടു, 1 അബൌട്ട് ആയിട്ടുള്ള 4 കണ്ടു. ഇത്രയും ഇൻസ്റ്റന്റേനിയസ് സെൻറ്റേഴ്സ് നമ്മൾ കണ്ടു. ഇനി വേണ്ടത് എന്താണ്, ഈ ഫിക്സഡ് ലിങ്കിന് അബൌട്ട് ആയിട്ട് ഈ ഒരു ലിങ്ക് 3യുടെ വെലോസിറ്റിയാണ് നമുക്ക് കാണാം, മീൻസ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്ററാണ് കാണുന്നത്. അതുപോലെ തന്നെ 2 അബൌട്ട് ആയിട്ട് 4 ആണ് കാണുന്നത്. കാരണം എന്താണ്, ഇപ്പോൾ ഡയറക്റ്റ് കോൺടാക്ട് ഇല്ല, 2ഉം 4ഉം തമ്മിൽ ഡയറക്റ്റ് കോൺടാക്ട് ഇല്ല. ദെൻ 3ഉം 1ഉം തമ്മിൽ ഡയറക്റ്റ് കോൺടാക്ട് ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, മെക്കാനിസത്തിനകത്ത് എത്ര നമ്പർ ഓഫ് ലിങ്ക്സ് ഉണ്ടോ അത്രയും സൈഡിലുള്ള ഒരു പോളിഗൺ എന്ത് ചെയ്യുക, ഒരു സർക്കിളിനകത്ത് വർക്ക്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ 1 3 തമ്മിലാണ് എന്ത് ഒരു ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബന്ധമില്ലാതെ കിടക്കുന്നത്. സോ 1 3 നമ്മൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഈ ഒരു സർക്കിളിനകത്താണ് മീൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ജസ്റ്റ് വരക്കുന്നതാണ് എത്ര മീൻസ് പുതിയ സെൻറ്റേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ ഇപ്പോൾ ഇതെവിടെയാണ് ഈ ഒരു 1 3 എന്ന് പറയുന്ന, അപ്പോൾ കെനഡീസ് തിയറം പറയുന്നത് എങ്ങനെയാണ്, 3 പ്ലെയിൻ ബോഡിക്ക് എന്താണ് റിലേറ്റീവ് മോഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ എവിടെ ആയിരിക്കും, സെയിം ലൈനിലായിരിക്കും എന്നാണ് കെനഡീസ് തിയറം പറയുന്നത്. സോ ഇപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ 1 3 ജോയിൻ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്, 1 2 എന്ന് പറയുന്ന ലിങ്ക്, അത് മീൻസ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ, അതുപോലെ തന്നെ 2 3 എന്ന് പറയുന്ന ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ഉണ്ട്. ദെൻ 1 4 ഉണ്ട്, അതുപോലെ തന്നെ 3 4 വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു 1 2 2 3 1 2 2 3 എന്ന് പറയുന്ന ഐസെൻറ്റേഴ്സ് ഉണ്ടല്ലോ, അവരെ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കുക. അപ്പോൾ 1 2 എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ്, ദെൻ 2 3 എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ്. സോ എന്ത് ചെയ്യുക, ഈ ലൈനിനെ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യുക. അടുത്തത് ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുക. അതിനകത്ത് അടുത്ത സെൻറ്റേഴ്സ് ഏതൊക്കെയാണ്, 1 4 വരുന്നുണ്ട്, 3 4 വരുന്നുണ്ട്. സോ ഇതാണ് 1 4, ഇതാണ് എന്ത് ചെയ്യുന്നത് 3 4 എന്ന് പറയുന്നത്. സോ ഈ ഒരു ലൈനിനെ എന്ത് ചെയ്യുക, നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു 2 ലൈൻസ് മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ആയിരിക്കും ഐ സെൻറ്റർ 1 3 എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ജസ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് ഇങ്ങനെ ഒരു പോളിഗൺ വരക്കുക. ആ ഒരു പോളിഗണിൽ നമുക്ക് ആരെയാണോ ജോയിൻ ചെയ്യേണ്ടത്, 3നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്, 3 റിലേറ്റീവ് ടു 1 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അല്ലെങ്കിൽ 3 അബൌട്ട് 1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ് വേണ്ടത്, നമ്മൾ 1നെയും 3നെയും ജോയിൻ ചെയ്യുക. ഇതിനെ 2 ട്രയാങ്കിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ്, അപ്പർ സൈഡിൽ ഈ ഒരു 1 3 എന്ന് പറയുന്ന ലൈനിൻ്റെ ജോയിൻ ചെയ്ത ലൈനിൻ്റെ അപ്പർ സൈഡിൽ വരുന്നത് 1 2 3, അതായത് ലിങ്ക് 1 2 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, 3 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഐസെൻറ്റേഴ്സ് ഏതൊക്കെയാണ്, 1 2 എന്ന് പറയുന്ന ഐസെൻറ്ററും 2 3 എന്ന് പറയുന്ന ഐസെൻറ്ററും ഉണ്ട്. സോ ഇപ്പോൾ എന്ത് ചെയ്യണം, ഇവരുടെ മീൻസ് ഈ ഒരു ഐസെൻറ്റർ, ഈ 2 ഐസെൻറ്റേഴ്സിൻ്റെയും സെയിം ലൈനിൽ തന്നെ ആയിരിക്കും 1 3 വരുന്നത്. ദെൻ അടുത്തത് 3 4 ഉണ്ട്, 1 4 ഉണ്ട്. സോ ഇവരുടെ എന്താണ് ഈ സെയിം ലൈനിൽ തന്നെ ആയിരിക്കും ഐസെൻറ്റർ വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ 2നെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഏത് പോയിന്റിലാണ് ഇന്റർസെക്ട് ചെയ്യുന്നത് ആ പോയിന്റാണ് 1 3 എന്ന് പറയുന്ന ഐസെൻറ്റർ. സോ ഇപ്പോൾ ഇത് ഡോട്ടഡ് ലൈൻ ആയിട്ടാണ് വരക്കേണ്ടത്. എന്ത് ചെയ്യുക, അടുത്ത ഫിഗർ മീൻസ് നമുക്ക് ഇത് എന്ത് ചെയ്യണം, വീണ്ടും റീയൂസ് ചെയ്യാനുള്ളതാണ്. ഇനി അടുത്ത കേസിൽ നോക്കേണ്ടത് എന്താണ്, 2ഉം 4ഉം തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്ലൈഡർ ക്യാങ് അല്ല 4 ബാർ ലിങ്കേജിനകത്ത് എന്ത് ചെയ്യുന്നത്, ഡയറക്റ്റ് റിലേഷൻ ഇല്ലാത്തത്. സോ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഈ ഒരു എന്താണ് ഈ ഒരു സർക്കിളിനകത്ത് ഈ ഒരു പോളിഗണിൽ നമ്മൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. 2ഉം 4ഉം ജോയിൻ ചെയ്തു. 2ഉം 4ഉം ജോയിൻ ചെയ്തപ്പോൾ എന്താണ്, ഈ ഒരു ട്രയാങ്കിളിന് അപ്പർ സൈഡും ലോവർ സൈഡും നോക്കുക. മീൻസ് ഈ ഒരു ലൈനിൻ്റെ അപ്പർ ട്രയാങ്കിളും ലോവർ ട്രയാങ്കിളും നോക്കുക. സോ ഇപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ എന്താണ്, ഇവിടെ 1 2 എന്ന് പറയുന്ന ഒരു ഐസെൻറ്റർ ഉണ്ട്, അതുപോലെ തന്നെ 1 4 എന്ന് പറയുന്ന ഐസെൻറ്റർ ഉണ്ട്. സോ എന്താണ് ഇവരുടെ സെയിം ലൈനിലായിരിക്കും നെക്സ്റ്റ് ഐസെൻറ്റർ വരുന്നത്. നെക്സ്റ്റ് ഐസെൻറ്റർ ആരാണ്, 2 3 ഉണ്ട്. അപ്പോൾ 2 4 ആണ് വരുന്നത്. അപ്പോൾ അടുത്തത് നോക്കുമ്പോൾ എന്താണ്, ഇപ്പോൾ ഈ ലോവർ സൈഡിൽ നോക്കുമ്പോൾ ഈ ലൈനിൻ്റെ ലോവർ സൈഡിൽ നോക്കുമ്പോൾ ഏതൊക്കെ ഐസെൻറ്റേഴ്സ് വരുന്നുണ്ട്, 2 3 വരുന്നുണ്ട്, 3 4 വരുന്നുണ്ട്. 2 3 ഇതാണ്, 3 4 ഇതാണ്. സോ ഈ ഒരു ലൈൻ ജോയിൻ ചെയ്യുന്നതിൽ മീൻസ് ഈ ഒരു സെയിം ലൈനിലായിരിക്കും എന്ത് വരുന്നത്, 2 4 എന്ന് പറയുന്ന ഐസെൻറ്റർ വരുന്നത്. സോ ഞാനിപ്പോൾ ഈ ഒരു ഫിഗർ ഇങ്ങനെ ഡയമെൻഷൻ ഒന്നും എടുക്കാതെ വരച്ചതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. സോ ഇപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഒരു ഫിഗർ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഈ ഒരു 2 ലൈൻ ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് കിട്ടും. ആ ഒരു പോയിന്റാണ് 2 4 എന്ന് പറയുന്ന ഐസെൻറ്റർ. ഇത്രയേ ഉള്ളൂ സ്ലൈഡർ ക്യാങ് അല്ല മീൻസ് 4 ബാർ ലിങ്കേജിൻ്റെ 6 ഐസെൻറ്റേഴ്സ് ഉണ്ട്. 6 ഐസെൻറ്റേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടുള്ളൂ. ഇനി ഇതിനകത്ത് വരുന്നതാണ് എന്ത്, ആംഗുലാർ വെലോസിറ്റി റേഷ്യോ തിയറം എന്ന് പറയുന്നത്. സോ ഇപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ഈ ഒരു ഫിഗർ എപ്പോഴും മനസ്സിലുണ്ടാവണം 4 ബാർ ലിങ്കേജിൻ്റെ. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അപ് ടു 6 ലിങ്ക്, അതുപോലെ തന്നെ അപ് ടു 8 ലിങ്ക് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതുപോലെ ഐസെൻറ്റേഴ്സ് കണ്ടുപിടിക്കുക. അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യണം, ചെയ്ത് നോക്കുക. പിന്നെ സ്ലൈഡർ ക്യാങ്ക് അതുപോലെ തന്നെ ഡബിൾ സ്ലൈഡർ ക്യാങ്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെയ്ത് നോക്കുക. സോ സ്ലൈഡറിൻ്റെ ഇപ്പോൾ ഒരു സ്ലൈഡർ ഉണ്ടെന്ന് വെച്ചിരിക്കുക, അതിൻ്റെ ഐസെൻറ്റർ വരുന്നത് എവിടെ ആയിരിക്കും, ഇൻഫിനിറ്റിയിലായിരിക്കും. ഓക്കെ, സോ ഇപ്പോൾ അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ആംഗുലാർ വെലോസിറ്റി റേഷ്യോ ഓഫ് 2 ലിങ്ക്സ് റിലേറ്റീവ് ടു തേർഡ് ലിങ്ക് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ഓഫ് ദെയർ കോമൺ ഐസെൻറ്റർ ഫ്രം ദെയർ സെൻറ്റേഴ്സ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ 2 ലിങ്ക്സിൻ്റെ ആംഗുലാർ വെലോസിറ്റിയുടെ റേഷ്യോ എന്ന് പറയുന്നത് റിലേറ്റീവ് ടു തേർഡ് ലിങ്ക്, ഒരു തേർഡ് ലിങ്കിനെ റിലേറ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, ഇവരുടെ കോമൺ ഐസെൻറ്ററിൽ നിന്ന്
ഇവരുടെ കോമൺ ഐ സെൻറ്ററിൽ നിന്ന് എന്താണ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ അല്ലെങ്കിൽ ഏത് പോയിന്റിൻ്റെ അബൌട്ട് ആയിട്ടാണ് ഈ രണ്ട് ലിങ്കും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവരുടെ ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ഇപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ ആവശ്യം വരുന്ന ഒരു ഫോമുലയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം എന്ത് ചെയ്യാം, നമുക്ക് പ്രോബ്ലം ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത് ആവശ്യം വരുന്നത്. സോ ജസ്റ്റ് എന്താ നോക്കാം. സോ വെൻ ആംഗുലർ വെലോസിറ്റി ഓഫ് എ ലിങ്ക് ഈസ് നോൺ. അപ്പോൾ എന്താണ് നമുക്ക് ഒരു ലിങ്കിൻ്റെ ആംഗുലർ വെലോസിറ്റി അറിയാമെന്ന് വിചാരിക്കും. നമുക്ക് ജസ്റ്റ് ആ ഒരു സ്ലൈഡർ മെക്കാനിസം ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നതൊന്നും കൂടി വരക്കുന്നുണ്ട്. ഇതിനകത്ത് ഇവിടെ ഒരു ഐസെൻറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ഐസെൻറ്റർ വരുന്നുണ്ട്. ഇതാണ് 2 4 എന്ന് പറയുന്നത്, ഇതാണ് 1 3 എന്ന് പറയുന്നത്, 1 2 2 3 3 4 ആൻഡ് 1 4. സോ ഇപ്പോൾ എനിക്ക് തന്നിട്ടുണ്ടാണ് 2ൻ്റെ ആംഗുലർ വെലോസിറ്റി തന്നിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് എന്താണ് 4ൻ്റെ ആംഗുലർ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, അവരുടെ കോമൺ ഐസെൻറ്റർ ആണ് എന്ത് ചെയ്യേണ്ടത് ഫസ്റ്റ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം, ഫിക്സഡ് ലിങ്കിന് അബൌട്ട് ആയിട്ടുള്ള ഈ ഒരു ഐസെൻറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ ലിങ്ക് 2-ലായാലും വേണ്ടില്ല, ലിങ്ക് 4-ലായാലും എന്തായിരിക്കും സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് കൺസിഡർ ഐസെൻറ്റർ ടു ബി ഓൺ ദി ഫസ്റ്റ് ലിങ്ക്. ഫസ്റ്റ് ലിങ്ക് എന്ന് പറയുന്നതാണ് ലിങ്ക് 2 ആണ്. ഒബ്റ്റെയിൻ ദ വെലോസിറ്റി ഓഫ് ദി ഐസെൻറ്റർ, ദെൻ കൺസിഡർ ഐസെൻറ്റർ ടു ബി ഓൺ ദി സെക്കൻഡ് ലിങ്ക് ആൻഡ് ഫൈൻഡ് ദി ആംഗുലർ വെലോസിറ്റി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് 2-ലാണ് ഇത് ഐസെൻറ്റർ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. നമ്മൾ പറഞ്ഞു ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് പറഞ്ഞു. സോ ഒമേഗ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെയാണ് ലീനിയർ വെലോസിറ്റി ബൈ അവരുടെ എന്താണ് കോമൺ ഐസെൻറ്റർ അല്ലെങ്കിൽ കോമൺ ഐസെൻറ്ററും അതുപോലെ തന്നെ ഏത് പോയിന്റിൻ്റെ അബൌട്ട് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അവരുടെ ഇൻ ബിറ്റ്വീൻ ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ എന്താണ് ഇതിലെ കോമൺ ഐസെൻറ്റർ 2 4 ആണ്. 2 4 മൈനസ് എന്താണ് ഏത് പോയിന്റിന് അബൌട്ട് ആയിട്ടാണ് ഇത് ലിങ്ക് 2 റൊട്ടേറ്റ് ചെയ്യുന്നത് 1 2ന് അബൌട്ട് ആയിട്ടാണ്. സോ എന്താണ് ഇതാണ് എന്ത് ചെയ്യുന്നത് ഒമേഗ 2 4 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒമേഗ ലിങ്ക് 2ൻ്റെ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഒമേഗ 2 നമുക്ക് കിട്ടി. ഇനി അടുത്തത് എന്താണ്, ഇപ്പോൾ ലിങ്ക് 4-ലാണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ സോ എന്താ ഒമേഗ 4 ഈസ് ഈക്വൽ ടു എങ്ങനെയായിരിക്കും, അപ്പോൾ അപ്പോൾ ഈ ഒരു V24 എന്ന് പറയുന്നത് ഈ ഒരു സൈഡിലായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പ്രോബ്ലം ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവുക. എന്താണ് ഈ ഒരു 24 എന്ന് പറയുന്നത് ഈ ഒരു സൈഡിലായിരിക്കും. ഇത് നമ്മൾ എന്ത് ചെയ്യുന്ന അസ്യൂം ചെയ്യണം. സോ നമുക്ക് ഈ ഒരു കേസിൽ എങ്ങനെയാണ് അഗൈൻ V24 ഇവിടെ V24 ഡിവൈഡഡ് ബൈ ഇങ്ങനെയായിരിക്കും ഇവരുടെ കോമൺ ഐസെൻറ്റർ 2 4-നും അതുപോലെ തന്നെ എന്താണ് ഇത് പോയിന്റിന് അബൌട്ട് ആയിട്ടാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ഇപ്പോൾ ഒമേഗ 4 ഈസ് ഈക്വൽ ടു V24, ഇതും V24 ആണ് ഡിവൈഡഡ് ബൈ നമുക്ക് കോമൺ ഐസെൻറ്റർ ഏതാണ് 2 4 ആണ്. 2 4 മൈനസ് ഏത് പോയിന്റിന് അബൌട്ട് ആയിട്ടാണ് ലിങ്ക് 4 റൊട്ടേറ്റ് ചെയ്യുന്നത് 1 4-നാണ്. സോ എന്താണ് 1 4 എന്ന് എഴുതുക. ഇനി വേണ്ടത് എന്താണ് ഇവർ തമ്മിലുള്ള റേഷ്യോ ആണ്. സോ ഒമേഗ 2 നമുക്ക് തന്നിട്ടുണ്ടാവും. സോ ഒമേഗ 4 ബൈ ഒമേഗ 2 ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്, ഇപ്പോൾ V24 ഡിവൈഡഡ് ബൈ എന്താ ഉള്ളത് 2 സോറി ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുക ഈ ഒരു എഴുതിയതൊക്കെ ജസ്റ്റ് മാച്ച് കളയുന്ന സ്ഥലമില്ല ഇതിനകത്ത്. സോ ഇപ്പോൾ ഒമേഗ 4 ഡിവൈഡഡ് ബൈ ഒമേഗ 2 ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ കിട്ടും V24 ഡിവൈഡഡ് ബൈ 2 4 മൈനസ് 1 2 ഡിവൈഡഡ് ബൈ V24 ഡിവൈഡഡ് ബൈ 2 4 മൈനസ് 1 4 എന്ന് വരും. സോ ഇപ്പോൾ ഈ ഒരു കേസിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു V24നെ ക്യാൻസൽ ചെയ്യാം. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു 2 4 മൈനസ് 1 4 ന്യൂമറേറ്ററിലേക്ക് വരും. അപ്പോൾ 2 4 മൈനസ് 1 4 ഡിവൈഡ് ബൈ 2 4 മൈനസ് 1 2 ഇതാണ് എന്ത് ആംഗുലർ വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. സോറി ജസ്റ്റ് എന്താണ് എഴുതിയപ്പോൾ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഒമേഗ 4 എന്ന് പറയുന്നതാണ് എന്ത് V24 ഡിവൈഡഡ് ബൈ എന്താ വരുന്നത് 2 4 മൈനസ് 1 4 എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ V24 ഡിവൈഡഡ് ബൈ എന്ത് വരും 2 4 മൈനസ് 1 2 എന്ന് വരും. സോ ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഈ ഒരു 2 4 മൈനസ് 1 2 ആണ് എന്ത് ന്യൂമറേറ്ററിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ 2 4 മൈനസ് 1 2 ഡിവൈഡഡ് ബൈ 2 4 മൈനസ് 1 4 എന്ന് വരും. അപ്പോൾ ഇതാണ് എന്ത് ആംഗുലർ വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമുക്ക് 2ൻ്റെ വെലോസിറ്റി റേഷ്യോ അറിയാനുണ്ട്, മീൻസ് 2ൻ്റെ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ടാവും, ഇത് ആംഗുലർ വെലോസിറ്റി. ദെൻ 2 4 എന്ന് പറയുന്നത് എന്താണ് 2 to 4 എന്നുള്ള ഡിസ്റ്റൻസ് ആണ്, മീൻസ് ഈ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിൻ്റെ ഡിസ്റ്റൻസ് ആണ് വരുന്നത്. ദെൻ 1 2 എന്താണ് ആ ഒരു ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ 1 4 എന്നുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതൊക്കെ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഒമേഗ 4ൻ്റെ ആംഗുലർ വെലോസിറ്റി അല്ലെങ്കിൽ 4 എന്ന് പറയുന്ന ലിങ്കിൻ്റെ ആംഗുലർ വെലോസിറ്റി നമുക്ക് കിട്ടും. ഇനി നമുക്ക് എന്താണ് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. സോ അതിൻ്റെയും കൂടി എന്ത് ചെയ്യാം, ഐസെൻറ്റർ എങ്ങനെ കാണുന്നതെന്ന് നോക്കാം. സോ ഇപ്പോൾ നമ്മൾ ഇതാണ് എന്ത് ഒരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം, ഇത് സ്ലൈഡർ. സോ ഇത് O എന്ന് പറയുന്ന പോയിന്റ്, ഇത് A എന്ന് പറയുന്ന പോയിന്റ്, ഇത് B, ദെൻ ഇവിടെ നമുക്ക് D എന്ന് പറയുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. സോ ഇപ്പോൾ ഇതിനകത്ത് എന്താണ് ഇത് ഫിക്സഡ് മീൻസ് എന്താണ് പൈവോട്ടാണ്, ഇവിടെയും പൈവോട്ടാണ്. സോ നമുക്ക് എന്താണ് സിമ്പിളായിട്ട് ഐസെൻറ്റേഴ്സ് എന്ത് ചെയ്യാം, ലൊക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇത് ഫിക്സഡ് ലിങ്ക് ആണ്, ഇതിൻ്റെ ലിങ്ക് 1 എന്ന് പേര് കൊടുത്തു. ജസ്റ്റ് കളറൊന്നും മാറ്റാണ്, അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. സോ ഇത് 1 എന്ന് പറയുന്ന ലിങ്ക്, ഇത് 2 എന്ന് പറയുന്ന ലിങ്ക്, ഇത് 3 എന്ന് പറയുന്ന ലിങ്ക്, ദെൻ നമ്മുടെ സ്ലൈഡർ ആണ് 4 എന്ന് പറയുന്ന ലിങ്ക്. സോ ഇപ്പോൾ ഇവിടെ ഒരു ജോയിൻറ്റ് വരുന്നുണ്ട്, ഇവിടെ ഒരു ജോയിൻറ്റ് വരുന്നുണ്ട്. ദെൻ ഈ ഒരു സ്ലൈഡറും പിന്നെ ആരാണ് ഇത് ക്രാങ്ക്, ഇത് കപ്ലർ. സോ ഈ ഒരു കപ്ലറും സ്ലൈഡറും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കണക്റ്റിംഗ് റോഡും സ്ലൈഡറും തമ്മിൽ പിസ്റ്റണും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കണക്റ്റിംഗ് വരുന്നുണ്ട്, പൈവോട്ട് വരുന്നുണ്ട്. സോ ഇതൊരു പോയിൻ്റാണ്. സോ നമുക്ക് എന്താണ് പൈവോട്ടിലെ എന്തായിരിക്കും ആ ഒരു പോയിന്റിലായിരിക്കും പൈവോട്ടിലായിരിക്കും എന്ത് വരുന്നത് ഐസെൻറ്റർ വരുന്നത്. സോ 1 2 എന്ന് പറയുന്ന ഒരു ഐസെൻറ്റർ ഇവിടെ ഉണ്ട്. ഓക്കെ, ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ
എത്ര ഐസെൻറ്റേഴ്സ് ഉണ്ടെന്നോ ഏതൊക്കെ ഐസെൻറ്റേഴ്സ് എന്നും കണ്ടുപിടിക്കണം. സോ n ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് നമ്പർ ഓഫ് ലിങ്ക്സ് 4 ആണ്. 4 അതായത് n ഇൻറ്റു സോ n ഇൻറ്റു n മൈനസ് 1 ഡിവൈഡഡ് ബൈ 2. ദെൻ അതിനകത്ത് 4 ഇൻറ്റു എത്രയാണ് n മൈനസ് 1 എന്ന് പറയുമ്പോൾ 4 മൈനസ് 1 3 ആണ്. 3 ഡിവൈഡ് ബൈ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും 2 ഇൻറ്റു 3 എന്ന് വരും. എത്രയാണ് നമ്പർ ഓഫ് ഐസെൻറ്റേഴ്സ് എത്രയാണ് 6 ആണ് വരുന്നത്. സോ നമുക്ക് 6 ഐസെൻറ്റേഴ്സ് ഉണ്ട്. ദെൻ ഇനി എന്ത് ചെയ്യണം ഏതൊക്കെയാണ് കണ്ടുപിടിക്കണം. സോ 1 2 3 4 എന്നാണ് നമ്മുടെ ലിങ്ക്സിൻ്റെ നെയിം വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം ഫസ്റ്റ് 1 എന്താണ് 1 2-8 ഐസെൻറ്റർ മേക്ക് ചെയ്യും. ദെൻ 1 ആരാണ് 3-8 മേക്ക് ചെയ്യും. 1 4-8 മേക്ക് ചെയ്യും. അടുത്തത് 2 ഇനി എന്താണ് 1 2 കഴിഞ്ഞു. അത് തന്നെയാണ് ഇത് 2 1 എന്ന് പറയുന്നത്. ദെൻ ഇനി എന്ത് ചെയ്യണം 2 എന്ന് പറയുന്ന ലിങ്ക് കൺസിഡർ ചെയ്യുക. 2ഉം 3ഉം തമ്മിൽ എന്ത് ചെയ്യാം ഐസെൻറ്റർ മേക്ക് ചെയ്യും. ദെൻ 3ഉം 4ഉം തമ്മിൽ 2ഉം 4ഉം തമ്മിൽ ഐസെൻറ്റർ ഉണ്ടായിരിക്കും. ദെൻ ഇപ്പോൾ എന്താണ് നമ്മുടെ 2 എന്ന് പറയുന്ന ലിങ്ക് കഴിഞ്ഞു. ഇനി എന്താണ് 3 എന്ന് പറയുന്ന ലിങ്ക് കൺസിഡർ ചെയ്യുക. അപ്പോൾ 3 എന്ന് പറയുന്ന ലിങ്കിന് റിമൈനിങ് ആരാണ് 4ഉമായിട്ട് എന്ത് ചെയ്യുക ഐസെൻറ്റർ മേക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് എന്ത് 6 ഐസെൻറ്റേഴ്സ് വരുന്നത്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഐസെൻറ്റേഴ്സ് നമുക്ക് മാർക്ക് ചെയ്യാം. സോ ഇപ്പോൾ ഇതാ 1 2 എന്ന് പറയുന്ന ഐസെൻറ്റർ, ഇതാണ് 2 3 എന്ന് പറയുന്ന ഐസെൻറ്റർ വരുന്നത്. ദെൻ ഇവിടെ ഈ ഒരു സ്ലൈഡറിൻ്റെ മേലെ എന്ത് വരുന്നത് 3 4 എന്ന് പറയുന്ന ഐസെൻറ്റർ വരുന്നത്. ഇപ്പോൾ എത്ര എണ്ണമായി 3 എണ്ണമായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പോളിഗൺ വരക്കുക. ഫസ്റ്റ് എന്ത് ചെയ്യുക സർക്കിൾ വരക്കുക. നമ്പർ ഓഫ് ലിങ്ക്സ് മാർക്ക് ചെയ്യുക. 4 ലിങ്ക്സ് ആണുള്ളത്. ജസ്റ്റ് എന്ത് ചെയ്യുക 1 2 3 4 മാർക്ക് ചെയ്തു. ഇനി വേണ്ടത് എന്താണ് നമുക്ക് 1ഉം 3ഉം തമ്മിലുള്ളത് വേണം. സോ നമ്മൾ എന്ത് ചെയ്യുക 1 3 ജോയിൻ ചെയ്യുക. എന്നിട്ട് എന്താണ് നോക്കുമ്പോൾ ഇവിടെ 1 2 വരുന്നുണ്ട് 2 3 വരുന്നുണ്ട്. സോ 1 2 and 2 3 എന്ന് പറയുന്ന എന്താണ് അതിനെ നമ്മൾ എന്ത് ചെയ്യുക എക്സ്റ്റെൻഡ് ചെയ്യുക. ദെൻ അടുത്ത് നോക്കുമ്പോൾ ആരാണ് 3 4 വരുന്നുണ്ട്. 3 4 എന്ന് പറയുന്ന ഐസെൻറ്റർ ഉണ്ട്. 1 4 എന്ന് പറയുന്ന ഐസെൻറ്റർ ഉണ്ട്. അപ്പോൾ 3 4 എന്ന് പറയുന്ന ഐസെൻറ്റർ ഇതാണ്. ദെൻ 1 4 എന്ന് പറയുന്ന ഐസെൻറ്റർ നോക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ലൈഡറിൻ്റെ ഐസെൻറ്റർ എങ്ങനെയായിരിക്കും ഇൻഫിനിറ്റിയിലായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു പോയിന്റിൽ ഒരു ലൈൻ വരക്കുക. എന്താണ് നമുക്ക് അറിയില്ല ഇൻഫിനിറ്റിയിലായിരിക്കും എന്ത് വരുന്നത് ഐസെൻറ്റർ വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം ഈ 1 ദെൻ ഇപ്പോൾ കൺസിഡർ ചെയ്യുമ്പോൾ 2 1 അബൌട്ടായിട്ട് ഉള്ള 3യുടെ വെലോസിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. സോ എന്താണ് ഇവരുടെ ഐസെൻറ്റർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഈ 2 ലൈനും ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റിലായിരിക്കും. സോറി ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ നമുക്ക് എന്ത് ചെയ്യുന്നില്ല ഒരു ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കാണാൻ പറ്റുന്നില്ല. സോ എന്ത് ചെയ്യാം ഞാൻ ജസ്റ്റ് വേറെ സ്ലൈഡർ റാങ്ക് വരയ്ക്കുകയാണ്. സോ ഇപ്പോൾ ഇതിനെ ഒരു ലൈൻ പാരലായിട്ട് വരക്കുക. ആർക്ക് സ്ലൈഡറിന് എന്താണ് ഒരു പെർപെൻഡിക്കുലറായിട്ട് ഒരു ലൈൻ വരക്കണം. സോ ഇപ്പോൾ ഈ ഒരു പോയിന്റ് ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് 1ഉം 3 എന്ന് പറയുന്നത്. സോ ഇവിടെ 1 2 ഉണ്ട്, ഇവിടെ 2 3 ഉണ്ട്. ദെൻ അവരുടെ എക്സ്റ്റെൻഡ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ ഇവിടെ 3 4 ഉണ്ട്. പിന്നെ ഇത് 1 4 ഈ ഒരു ലൈൻ എന്താണ് ഈ ലൈനിനെയാണ് നമ്മൾ 1 4ൻ്റെ ആയിട്ട് കാണുന്നത്. സോ എന്താണ് സ്ലൈഡറിൻ്റെ വെലോസിറ്റി ഇൻഫിനിറ്റിയിലായിരിക്കും വരുന്നത്. ദെൻ അടുത്ത കേസ് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ലിങ്ക് ഇത് നമ്മൾ ഡോട്ടഡ് ലൈനാണ് വരക്കേണ്ടത്. ദെൻ അടുത്തത് 2ഉം 4ഉം നോക്കുക. അപ്പോൾ 2ഉം 4ഉം നോക്കുമ്പോൾ ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ എന്താണ് ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് 2 3 ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് 3 4 ഉണ്ട്. നോക്കുമ്പോൾ എന്താണ് ഇവിടെ 2 3 എന്ന് പറയുന്ന ഐസെൻറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 3 4 എന്ന് പറയുന്ന ഐസെൻറ്റർ വരുന്നുണ്ട്. സോ നമ്മൾ 2 3 3 4നെ എന്ത് ചെയ്യണം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക. ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതാണ് 2 3 എന്ന് പറയുന്ന ഐസെൻറ്റർ, ഇതാണ് 3 4 എന്ന് പറയുന്ന ഐസെൻറ്റർ. സോ അത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. അടുത്ത കേസ് നോക്കുക. അടുത്തത് എന്താണ് ഈ ഒരു സൈഡ് ഈ ഒരു 2 ട്രയാങ്കിൾ ഉണ്ടല്ലോ അതിനകത്ത് മേലത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് 1 4 വരും, അതുപോലെ തന്നെ 1 2 വരും. സോ 1 4 എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു സൈഡും ഇവിടെ എന്താണ് 1 4 തന്നെയാണ് ഉണ്ടാവുക. ഫിക്സഡ് ലിങ്കിൽ എന്തായിരിക്കും എല്ലാ പോയിന്റിലും സെയിം വെലോസിറ്റി ആയിരിക്കും. സോ ഇതും 1 4 ആണ്. എന്ത് ചെയ്യുക പിന്നെ ഏതാണ് 1 2. സോ 1 2 1 4 എന്ന് പറയുന്നത് ഇത് 1 2 ആണ്. സോ ഇതാണ് 1 4 എവിടെ ആയിരിക്കും ഇൻഫിനിറ്റിയിലായിരിക്കും. സോ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പോയിന്റ് ആണ് നമ്മുടെ ആരെന്ന് പറയുന്നത് 2 4 എന്ന് പറയുന്നത്. സോ ഓക്കെ അപ്പോൾ നമ്മൾ 4 ബാറിൻ്റെയും ചെയ്തു. പിന്നെ ആരുതാണ് സ്ലൈഡർ ക്രാങ്കിൻ്റെയും സിംഗിൾ സ്ലൈഡർ ക്രാങ്കിൻ്റെയും ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള ബോഡി സെൻട്രോയിഡ് അതുപോലെ തന്നെ സ്പേസ് സെൻട്രോയിഡൊക്കെ വരുന്നുണ്ട്. സോ ഇപ്പോൾ an ഐസെൻറ്റർ ഈസ് ഡിഫൈൻഡ് ഓൺലി ഫോർ an instant and ചേഞ്ചസ് ആസ് ദ മെക്കാനിസം മൂവ്സ്. അപ്പോൾ എന്താണ് ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിനുള്ളതാണ് എന്ത് ഒരു ഐസെൻറ്റർ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ അതെന്തായിരിക്കും ഈ ഒരു മെക്കാനിസം മൂവ് ചെയ്യുമ്പോൾ ആ ഒരു ഐസെൻറ്റേഴ്സ് എന്ത് ചെയ്യും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. എ സെൻട്രോയിഡ് ഈസ് ദ ലോക്കസ് ഓഫ് ഐസെൻറ്റർ ഓഫ് എ പ്ലെയിൻ ബോഡി റിലേറ്റീവ് ടു അനദർ പ്ലെയിൻ ബോഡി ഫോർ റേഞ്ച് ഓഫ് മോഷൻ സ്പെസിഫൈഡ് ഓർ ഡ്യൂറിങ് എ ഫൈനൈറ്റ് പീരീഡ് ഓഫ് ടൈം. അതുപോലെ തന്നെ സെൻട്രോയിഡ് ഈസ് ദ സോ ഇപ്പോൾ സെൻട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സെൻട്രോയിഡ് ഈസ് ദ ലോക്കസ് ഓഫ് ഐ സെൻറ്റർ ഓഫ് എ പ്ലെയിൻ ബോഡി റിലേറ്റീവ് ടു അനദർ പ്ലെയിൻ ബോഡി ഫോർ എ റേഞ്ച് ഓഫ് മോഷൻ സ്പെസിഫൈഡ് ഓർ ഡ്യൂറിങ് എ ഫൈനൈറ്റ് ടൈം പീരീഡ്. ഇപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ കൺസിഡർ ചെയ്യും. അപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്താണ് ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലേക്കുള്ളതാണ്. അപ്പോൾ ആ ഒരു മെക്കാനിസം സ്ലൈറ്റ്ലി എന്ത് ചെയ്തു മൂവ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് നമ്മൾ അഗെയിൻ എന്താണ് 2 റിലേറ്റീവ് വെലോസിറ്റി മീൻസ് 2 ലീനിയർ വെലോസിറ്റി മാർക്ക് ചെയ്യുക. ആ 2 ലീനിയർ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുക. അവരുടെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ നോക്കുക. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും വേറൊരു പോയിന്റ് ആയിരിക്കും, പുതിയൊരു പോയിന്റ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് നമ്മൾ നമ്പർ ഓഫ് ഐസെൻറ്റേഴ്സ് കണ്ടു എന്ന് വിചാരിക്കുക. രണ്ട് ലിങ്ക്സിന് അല്ലെങ്കിൽ റിലേറ്റീവ് മോഷൻ ഓഫ് ടു ബോഡി എന്താണ് അതിന് കുറേ ഇൻസ്റ്റൻറ്റേഴ്സ് അതായത് ഒരു പീരീഡ് ഓഫ് ടൈം അല്ലെങ്കിൽ എന്താണ് ഒരു സ്പെസിഫൈഡ് റേഞ്ച് ഓഫ് മോഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്പർ ഓഫ് ഐസെൻറ്റേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവരുടെ ലോക്കസ് പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് സെൻട്രോയിഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അപ്പോൾ ബോഡി സെൻട്രോയിഡ് ഉണ്ട്, സ്പേസ് സെൻട്രോയിഡ് ഉണ്ട്. സോ
ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയില്ല, ജസ്റ്റ് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഐസെൻറ്റർ മെത്തേഡിൽ ജസ്റ്റ് എന്തെന്ന് പറഞ്ഞു പോകുന്നത് തന്നെ. അപ്പോൾ ഇത് പ്ലെയിൻ മോഷൻ്റെ കേസിലാണ് പറയുന്നത്. ഇൻ 3 dimension a line through an icenter and perpendicular to the plane of motion is known as instantaneous axis or its locus is called axode. സോ ഇപ്പോൾ പ്ലെയിൻ മോഷൻ അല്ലെങ്കിൽ സ്പേസിലത്തെ കേസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 3 dimensionലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ലൈൻ ത്രൂ ദ ഐസെൻറ്റർ, ദൻ ഐസെൻറ്ററിലോട്ടുള്ള ഒരു ലൈനും അതുപോലെ തന്നെ എന്താണ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് മോഷൻ. ഈ ഒരു പ്ലെയിൻ ഓഫ് മോഷൻ ഒരു പെർപെൻഡിക്കുലർ ലൈനും കൂടിയാണ് നമ്മൾ വിളിക്കുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ആൻഡ് ഇവരുടെ ലോക്കസ് പോയിന്റിനെ ആക്സോഡ് എന്ന് വിളിക്കുന്നത്. Then 2 types of centroid വരുന്നത് സ്പേസ് സെൻട്രോഡ് അല്ലെങ്കിൽ ഫിക്സഡ് സെൻട്രോഡ് ഓഫ് എ മൂവിംഗ് ബോഡി. ഇറ്റ് ഈസ് എ ലോക്കസ് ഓഫ് ദി ഐസെൻറ്റർ ഓഫ് മൂവിംഗ് ബോഡി റിലേറ്റീവ് ടു ദ ഫിക്സഡ് ബോഡി. അപ്പോൾ ഫിക്സഡ് ബോഡിക്ക് റിലേറ്റീവ് ആയിട്ട് എന്താണ് മൂവിംഗ് ബോഡിക്കുള്ള ഐസെൻറ്ററിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അവരുടെ ലോക്കസ് പോയിന്റ്. നമ്മളങ്ങനെ ഒരു പീരീഡ് ഓഫ് മോഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ടാവും. അവരുടെ ലോക്കസ് പോയിന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫിക്സഡ് സെൻട്രോഡ് അല്ലെങ്കിൽ സ്പേസ് സെൻട്രോഡ് ഓഫ് എ മൂവിംഗ് ബോഡി എന്ന് വിളിക്കുന്നത്. അടുത്തത് ബോഡി സെൻട്രോഡ് ഓർ മൂവിംഗ് സെൻട്രോഡ്. സോ ഇറ്റ് ഈസ് എ ലോക്കസ് ഓഫ് ഐസെൻറ്റർ ഓഫ് ഫിക്സഡ് ബോഡി റിലേറ്റീവ് ടു മൂവബിൾ ബോഡി. The locus of ഐസെൻറ്റർ assuming the movable body to be fixed and the fixed body to be movable. അപ്പോൾ അടുത്ത കേസിൽ എങ്ങനെയാണ്, ഈ ഒരു ഫിക്സഡ് ബോഡീനെ നമ്മൾ എന്ത് ചെയ്യുക, മൂവബിൾ ബോഡി ആയിട്ട് അസ്യൂം ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ മൂവബിൾ ബോഡീനെ ഫിക്സഡ് ബോഡി ആയിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെ ആ ഒരു കേസിൽ എന്താണ് അഗെയിൻ നമുക്ക് എന്താണ് ഇതുപോലെ നമ്പർ ഓഫ് ഐസെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ലോക്കസ് പോയിന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മൂവിംഗ് സെൻട്രോഡ് എന്ന് വിളിക്കുന്നത്. സോ ഇപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസൈനിൽ, അതായത് സിന്തസിസിനകത്ത് എന്ത് ചെയ്യുന്നത് യൂസ്ഫുൾ ആയിരിക്കും. മീൻസ് ഗ്രാഫിക്കൽ മെത്തേഡ് ഉണ്ട്, അവിടെ പോൾ കണ്ടുപിടിക്കാനുണ്ട്, അതുപോലെ തന്നെ പോള് അതുപോലെ റിലേറ്റീവ് പോളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കേസിനകത്തൊക്കെ എന്ത് ചെയ്യാം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു സെൻട്രോഡുകളൊക്കെ. ഓക്കെ, അപ്പോൾ സിന്തസിസിനകത്തുള്ള ഗ്രാഫിക്കൽ സൊല്യൂഷൻ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ മെത്തേഡിനാണ് എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഐസെൻറ്റർ മെത്തേഡ് എന്താണ്, എങ്ങനെ ഐസെൻറ്റേഴ്സ് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ ഒരു 4 bar ലിങ്കേജിൻ്റെ ഐസെൻറ്റേഴ്സ് ഏതൊക്കെ ഐസെൻറ്റേഴ്സ് ഉണ്ട് അതെങ്ങനെ കണ്ടുപിടിക്കുക, ദെൻ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്, ദെൻ പിന്നെന്താണ് ആംഗുലർ വെലോസിറ്റി റേഷ്യോ തിയറം, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കെനഡീസ് തിയറം. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ വരുന്നത് ഈ ഒരു സെൻട്രോഡിൻ്റെ കേസ്. പിന്നെ വരുന്നത് എന്താണ്, ടൈപ്സ് ഓഫ് ഐസെൻറ്റേഴ്സ് എന്തൊക്കെയാണ്, ഫിക്സഡ് ഉണ്ട്, പെർമനൻറ്റ് ഉണ്ട്, അതായത് പെർമനൻറ്റ് ഓർ ഫിക്സഡ് ആണ്. ഇതിന് അടുത്ത് വരുന്നത് നെയ്തർ പെർമനൻറ്റ് നോർ ഫിക്സഡ്. അപ്പോൾ ഈ 3 ടൈപ്പാണുള്ളത്. പിന്നെ വരുന്നത് എങ്ങനെയാണ്, പൈവോട്ട് ആണെങ്കിൽ അതെവിടെയായിരിക്കും, ആ ഒരു പൈവോട്ട് ജോയിൻറ്റിലായിരിക്കും. ദെൻ അടുത്തത് സ്ലൈഡറിൻ്റേതാണെന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റിയിലായിരിക്കും, അല്ലെങ്കിൽ പാരലൽ മോഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും, 2 പാരലൽ ലൈൻസിൻ്റെ ഐസെൻറ്റർ അല്ലെങ്കിൽ 2 പാരലൽ ലീനിയർ വെലോസിറ്റിയുടെ ഐസെൻറ്റർ എങ്ങനെയായിരിക്കും, ലൈസ് അറ്റ് ഇൻഫിനിറ്റി, അല്ലെങ്കിൽ അവരുടെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എവിടെയായിരിക്കും, ലൈസ് അറ്റ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിലായിരിക്കും അവരുടെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വരുന്നത്. ദെൻ അടുത്ത കേസ് എങ്ങനെയാണ്, പോയിന്റ് ഓഫ് കോൺടാക്റ്റിലാണെങ്കിൽ ഏതായിരിക്കും, ആ ഒരു പോയിന്റ് ആയിരിക്കും ഐസെൻറ്റർ വരുന്നത്. സോ അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങളുടെ കൂടുതൽ സുഹൃത്തുക്കളിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി പ്രോബ്ലംസ്, അപ്പോൾ ഈ ഒരു ഐസെൻറ്റർ മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.